ഹായ് ഓൾ, വെൽക്കം ടു Eduvalley. അപ്പോൾ നമ്മൾ എപ്പിസോഡ് 1 കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ കട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും കോമൺ ആയിട്ട് വരുന്ന കട്ടിന്റെ ചോദ്യം അല്ലെങ്കിൽ കട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യങ്ങൾ വരത്തില്ല. ഈ ചോദ്യങ്ങൾ തന്നെയാണ് പുതിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ വെർബൊക്കെ വെച്ചിട്ട് ചോദിക്കത്തുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം കട്ട് എന്ന് പറയുന്ന ആ ഒരൊറ്റ ഫംഗ്ഷനെ ഉൾപ്പെടുത്തി ചോദിക്കാനില്ല. അപ്പൊ അതേപോലെ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പേസ്റ്റ് ആണ്. കോപ്പി നമ്മൾ പറയാം. പേസ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുത്തേക്കണേ. അപ്പൊ പേസ്റ്റുമായിട്ട് കണ്ടന്റ് കുറച്ചേ ഉള്ളൂ. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എങ്ങനെയാണ് പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടനെ നമ്മൾ എടുക്കുന്നത്? ഹോം ടാബിൽ വന്നിട്ട് ക്ലിപ്പ് ബോർഡിൽ വന്നിട്ട് പേസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുക. എങ്ങനെയാണെന്നുള്ള പാത്ത്, ആ റൂട്ട് മാപ്പ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഹോം, ക്ലിപ്പ് ബോർഡ്, പേസ്റ്റ്. ഷോർട്ട് കട്ട് നമുക്ക് അറിയുന്നതാണ്. Ctrl+V ആണ് ഷോർട്ട് കട്ട്. അതുപോലെ തന്നെ ഓൾട്ട് ഉപയോഗിച്ചിട്ടുള്ള ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു. Alt+H എന്ന് പറയുന്നത് എന്താണ്? ഹോം ടാബിനെ ആക്സസ് ചെയ്യുന്നതാണ് Alt+H. +V എന്ന് പറയുന്നത് പേസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സംശയമുള്ളവരടുത്ത് ഓൾട്ട് കീ ഫംഗ്ഷൻസിന്റെ വീഡിയോ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, Alt+H+V എന്നുള്ളതാണ് ഓൾട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഷോർട്ട് കട്ട്. ഇനി പേസ്റ്റ് എന്താണ് ചെയ്യണത്? കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ടുള്ള കണ്ടന്റിനെ ക്ലിപ്പ് ബോർഡിൽ നിന്നും തിരിച്ച് ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവരുന്ന പർപ്പസ് ആണ് ആരുടേത്? പേസ്റ്റിന്റേത്. ഇത് ഡെഫിനിഷൻ വൈസ് ചോദിക്കുന്നതാണ്. ദെൻ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെയാണ് ഫോർമാറ്റ് പെയിന്റർ പഠിക്കേണ്ടത്. ഫോർമാറ്റ് പെയിന്ററിൽ കുറച്ചധികം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത ഒരു സെഷൻ ആയിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പേസ്റ്റ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഒരു ഡോക്യുമെന്റിന്റെ കാലിബ്രി ആണ് ടെക്സ്റ്റ് വരുന്നത്, 11 പോയിന്റ് ആണ്, ബ്ലാക്ക് ആണ് ഡീഫോൾട്ട് ഫോണ്ട് കളർ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയേ അല്ലെങ്കിൽ ഒന്ന് ബോൾഡ് ആക്കുക, ഇറ്റാലിക് കൊടുക്കുക, അണ്ടർലൈൻ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാണ് പറയാ? ഫോർമാറ്റിംഗ് എന്നാണ് പറയാ. ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു കണ്ടന്റിനെ നമ്മൾ കുറച്ച് ഭംഗിയാക്കി കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെക്കുന്നതിനെയാണ് നമ്മൾ കോമൺലി ഫോർമാറ്റിംഗ് എന്ന് പറയാ. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫോർമാറ്റിംഗ് ഉണ്ട്? ക്യാരക്ടർ ഉണ്ട്, അതുപോലെ പേജ് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട് അല്ലെ? ക്യാരക്ടർ ഉണ്ട്, അതുപോലെ പാരഗ്രാഫ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഏതാണുള്ളത്? പേജ് ഫോർമാറ്റിംഗ്സ് ഉണ്ട്. ഫോർമാറ്റിംഗ്സ് എന്താണ്? ഡീഫോൾട്ട് വാല്യൂസ് അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിനെ മാറ്റി കുറച്ചും കൂടെ നമ്മളുടെ ഡോക്യുമെന്റിനെ സ്റ്റൈലിഷ് ആക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ക്യാരക്ടർ ഫോർമാറ്റിംഗ്, പാരഗ്രാഫ് ഫോർമാറ്റിംഗ്, അതുപോലെ പേജ് ഫോർമാറ്റിംഗ്, 3 തരത്തിലുള്ള ഫോർമാറ്റിംഗ്സ് ആണ് നമുക്ക് വേർഡിനകത്ത്. വേർഡിന്റെ കാര്യമാണ് പറയണത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർമാറ്റിംഗ്സ് പ്രത്യേകം എടുക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണ് ഫോർമാറ്റിംഗ് എന്നുള്ളത് ഇവിടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള കണ്ടീഷൻ വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെന്നുണ്ടെങ്കിലും ഡീഫോൾട്ട് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും മാറ്റം വരുത്തി നമ്മളുടെ ഡോക്യുമെന്റിന് അല്ലെങ്കിൽ നമ്മളുടെ എക്സൽ ഷീറ്റിന് അല്ലെങ്കിൽ നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷനെ നമ്മൾ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ലുക്കിലേക്ക് മാറ്റുന്നതിനെയാണ് കോമൺലി നമ്മൾ എന്തെന്ന് പറയാ? ഫോർമാറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഒരു ടെക്സ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റിംഗ്സ് ഒന്നുമില്ലാതെ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? പേസ്റ്റ് സ്പെഷ്യൽ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അഡീഷണൽ കണ്ടന്റ് ആണ്. പേസ്റ്റ് സ്പെഷ്യലിനകത്ത് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ് മീൻസ് ആ ടെക്സ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റൈൽ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ പ്ലെയിൻ ടെക്സ്റ്റിനെ എന്താണ് ചെയ്യും? അത് പേസ്റ്റ് ചെയ്യും. അപ്പോൾ പേസ്റ്റുമായിട്ട് ഇത്രേ പഠിക്കാനുള്ളൂ. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് ചോദ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മളൊരു കൺസോളിഡേറ്റഡ് സ്റ്റഡി എന്നുള്ള രീതിയിൽ പുതിയൊരു ടോപ്പിക്ക് പഠിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.